ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഫിസിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് ഉണ്ട്, ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേ ലിസ്റ്റിൽ 8ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വഴി ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാവാനും നിങ്ങൾക്ക് സഹായകരമാകും. ഇത് ഫിസിക്സ് എന്ന് പറയുന്നത് 20 മാർക്കിൻ്റെ ചോദ്യമാണ്. 40 മിനിറ്റാണ് ടൈമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. അളവുകളുടെ പ്രത്യേകതയെ അടിസ്ഥാനമാക്കി കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതുക. നിഗമനത്തിലെത്താനുള്ള കാരണമെന്ത്? മാസ്, സമയം, വ്യാപ്തം. അപ്പോൾ അളവുകളുടെ പ്രത്യേകതയെ അടിസ്ഥാനമാക്കി കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അതേതാണ്? അത് വ്യാപ്തമാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വ്യാപ്തമാണ്. ഓക്കെ, വ്യാപ്തമാണ്. മാസ്, സമയം, അതേപോലെ നീളം എന്നിവ അടിസ്ഥാന അളവുകളാണ്. ഓക്കെ, വ്യാപ്തം എന്നത് വ്യുൽപ്പന്ന അളവാണ്. അപ്പോൾ മറ്റുള്ളവയൊക്കെ എന്താണ്? അടിസ്ഥാന അളവുകളാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒന്നാമത്തെ പദജോഡിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തേത് പൂരിപ്പിക്കുക. വൈദ്യുത ചാർജ് കൂളോം, കപ്പാസിറ്റൻസ് ഫാരഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തത് സൗരയൂഥ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഏറ്റവും അനുയോജ്യമായ യൂണിറ്റ് ഏതാണ്? കിലോമീറ്റർ, AU, NM. അപ്പോൾ ഏതാണ്? AU ആണ്. സൗരയൂഥ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്നത് AU യൂണിറ്റ് ഉപയോഗിച്ചാണ്. ഇനി അടുത്ത ചോദ്യം. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെ എന്ത് പേര് വിളിക്കും? സ്ഥിത വൈദ്യുത പ്രേരണം. എന്താണ്? സ്ഥിത വൈദ്യുത പ്രേരണം. സ്ഥിത വൈദ്യുത പ്രേരണം. സ്ഥിത വൈദ്യുത പ്രേരണം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ചോദ്യമാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? വ്യാപ്തം എന്നത് വ്യുൽപ്പന്ന അളവാണ്. അതേപോലെ തന്നെ വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. സൗരയൂഥ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഏറ്റവും അനുയോജ്യമായ യൂണിറ്റ് AU ആണ്. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിത വൈദ്യുത പ്രേരണം. ഇനി നമുക്ക് 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓക്കെ, സ്ഥാനാന്തരം ദൂരം. ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ അകലം. ആദ്യ സ്ഥാനം മൂലം അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ അകലം എന്താണ്? നേർരേഖ അകലം സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. അതിശം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും? സദിശമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ചിത്രം നിരീക്ഷിക്കുക. ചിത്രത്തിൽ കാണുന്ന വസ്തു മാറ്റി പകരം അതേ സ്ഥാനത്ത് 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തുവാണ് വയ്ക്കുകയെങ്കിൽ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര? അപ്പോൾ ഇവിടെ കാണുന്ന വസ്തുവിൻ്റെ നീളം മാറ്റിയിട്ട് 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തുവാണ് വെക്കുന്നത്. അപ്പോൾ നീളം എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അടുത്തത്. വസ്തുവിൻ്റെ ദർപ്പണത്തിൽ നിന്നുള്ള അകലം 25 സെൻറ്റിമീറ്റർ ആയപ്പോൾ വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബം സ്ക്രീനിൽ ലഭിച്ചു എങ്കിൽ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? 12.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. 12.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി അല്ലേ? 12.5. 25 സെൻറ്റിമീറ്റർ ആയപ്പോൾ ഫോക്കൽ ദൂരം എത്രയാണ്? 12.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്ത പ്രസ്താവനകളെ പച്ചിരുമ്പ് യോജിച്ചവ, ഉരുക്കിന് യോജിച്ചവ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. വശകത കൂടുതലാണ്. അത് എന്തിൻ്റെ പ്രത്യേകതയാണ്? പച്ചിരുമ്പിൻ്റെ പ്രത്യേകതയാണ്. വശകത കൂടുതൽ എന്താണ്? പച്ചിരുമ്പാണ്. വശകത കൂടുതൽ പച്ചിരുമ്പ്. ഓക്കെ, വശകത കൂടുതൽ പച്ചിരുമ്പ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. അതെന്താണ്? ഉരുക്കാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉരുക്കാണ്. റിറ്റൻറ്റിവിറ്റി കൂടുതലാണ്.
അതെന്താണ്? ഉരുക്കിനാണ് റിറ്റൻറ്റിവിറ്റി കൂടുതൽ. മാഗ്നറ്റിക് റെയിനിൽ ഉപയോഗിക്കുന്നു. പച്ചിരുമ്പാണ് മാഗ്നറ്റിക് റെയിനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? വശകത കൂടുതലാണ്, അതേപോലെ തന്നെ മാഗ്നറ്റിക് റെയിൻ ഉപയോഗിക്കുന്നത്. ഇത് എന്തിൻ്റെ പ്രത്യേകതയാണ്? പച്ചിരുമ്പാണ്. പച്ചിരുമ്പിനാണ് വശകത കൂടുതൽ, അതേപോലെ മാഗ്നറ്റിക് റെയിനിൽ ഉപയോഗിക്കുന്നത്. ഉരുക്ക് എന്ന് പറയുന്നത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. റിറ്റൻറ്റിവിറ്റി കൂടുതലാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വൈദ്യുത ചാർജ് സംഭരിക്കാനുള്ള സംവിധാനമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. AB എന്നീ ലോഹ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇൻസുലേറ്റർ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡൈ ഇലക്ട്രിക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഡൈ ഇലക്ട്രിക്. എന്താണ് അറിയപ്പെടുന്നത്? ഡൈ ഇലക്ട്രിക്. ഇതിൻ്റെ ധർമ്മം എന്ത്? ഈ ഡൈ ഇലക്ട്രിക്കിൻ്റെ ധർമ്മം എന്താണ്? പ്ലേറ്റുകൾക്ക് നിശ്ചിത പരപ്പുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതായത് വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡൈ ഇലക്ട്രിക്. ഇനി 9ാമത്തെ ചോദ്യം. ശബ്ദ മലിനീകരണത്തെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകാൻ ഉതകുന്ന ഒരു പോസ്റ്റ് തയ്യാറാക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ്. ഓക്കെ. 10ാമത്തെ. നെൽപ്പാടങ്ങളിൽ ഇറങ്ങുന്ന കൊയ്ത്ത് യന്ത്രത്തിന് വീതി കൂടിയ ചങ്ങല ഘടിപ്പിച്ച ചക്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പിന്നിലെ ശാസ്ത്രീയ തത്വം എന്ത്? നിത്യജീവിതത്തിൽ ഇതേ തത്വം പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതുക. അപ്പോൾ നെൽപ്പാടങ്ങളിൽ ഇറങ്ങുന്ന കൊയ്ത്ത് യന്ത്രത്തിന് വീതി കൂടിയ ചങ്ങല ഘടിപ്പിച്ച ചക്രങ്ങളാണ്. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ഒരു കൊയ്ത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത്തരം വാഹനങ്ങൾക്ക് ഭാരം കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും? മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയാണ് വീതി കൂടിയ ചങ്ങലകൾ ഉപയോഗിക്കുന്നത്. സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം കൂടുന്നതിനാൽ മർദ്ദം കുറയുന്നു. വാഹനം ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നില്ല. ഓക്കെ. വാഹനം ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നില്ല. അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത്തരം വാഹനങ്ങൾക്ക് ഭാരം കൂടുതലായതിനാൽ മർദ്ദം കുറയ്ക്കാൻ വേണ്ടി വീതി കൂടിയ ചങ്ങലകൾ പ്രയോജനപ്പെടുത്തുന്നു. അതേപോലെ തന്നെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം കൂടുന്നതിനാൽ മർദ്ദം കുറയുന്നു. വാഹനം ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നില്ല. നിത്യജീവിതത്തിൽ ഇതേ തത്വം പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നു, അല്ലേ? കെട്ടിടങ്ങളുടെയൊക്കെ അടിത്തറ വീതി കൂട്ടിയാണ് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ യുദ്ധ ടാങ്കുകളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. യുദ്ധ ടാങ്കുകളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 11 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണത്തിന് എഴുതുക. 3 സ്കോർ വീതമാണ്. ചുവടെ കൊടുത്തവയുടെ കാരണം എഴുതാനാണ്. ഓക്കെ. ഭൂകമ്പ ഫലമായി ഉണ്ടാകുന്ന തരംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കേൾക്കാൻ കഴിയാത്തത്? അവ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഈ ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇനി അടുത്ത ചോദ്യം. വാഹനങ്ങളിൽ എയർ ഹോണുകൾ നിരോധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശബ്ദ മലിനീകരണം ഒഴിവാക്കാനാണ്. എന്തുകൊണ്ടാണ്? ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ. ഇനി അടുത്തത്. വ്യാഴം ഗ്രഹത്തിൽ നിന്നുള്ള ശബ്ദം ഭൂമിയിൽ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ് ആവശ്യം? ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പോൾ വ്യാഴഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ശബ്ദം സഞ്ചരിക്കാൻ ആവശ്യമായ മാധ്യമമില്ല. അതുകൊണ്ട് നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഭൂകമ്പം ഫലമായി ഉണ്ടാകുന്ന തരംഗങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. വാഹനങ്ങളിൽ എയർ ഹോണുകൾ നിരോധിച്ചിരിക്കുന്നത് ശബ്ദ മലിനീകരണം ഒഴിവാക്കാനാണ്. അതേപോലെ വ്യാഴത്തിൽ നിന്നുള്ള ശബ്ദം ഭൂമിയിൽ കേൾക്കാൻ കഴിയാത്തത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ഇവിടെ മാധ്യമമില്ലാത്തതിനാൽ നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. ഒരു മിന്നൽ രക്ഷാജാലകത്തിൻ്റെ കൂർത്തകങ്ങൾക്ക് പോസിറ്റീവ് ചാർജുള്ള ഒരു മേഘം വന്ന മിന്നൽ രക്ഷാജാലകത്തിൻ്റെ കുഴിച്ചിട്ട ഭാഗത്ത് സ്വരൂപിക്കപ്പെടുന്ന ചാർജ് ഏത്? പോസിറ്റീവ് ആയിരിക്കും. ഇനി മിന്നലുള്ളപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 2 മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക. ഇത് റിപ്പീറ്റഡ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയവർക്കറിയാം. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ മിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യണം? ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്. അതേപോലെ ജനക്കമ്പികളിലോ ഗ്രില്ലുകളിലോ പിടിച്ച് നിൽക്കരുത്. പിന്നെ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി ലാസ്റ്റ് ചോദ്യമാണ്. ശരിയായ രീതിയിൽ ചേർത്തെഴുതുക. ഇവിടെ നോക്കൂ. ഉച്ചത, ആവൃത്തി, കാൾട്ടം, വിസി, സ്ഥായി നമ്മുടെ ശ്രവണ പരിധിക്ക് മുകളിൽ ഡെസിബൽ മീറ്റർ, അൾട്രാസോണിക് കമ്പനായതി, അതേപോലെ തന്നെ കമ്പനായതി കോയിലിൻ്റെ ശബ്ദം. അപ്പോൾ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം, അല്ലേ? ഉച്ചത എന്താണ്? ഉച്ചത കമ്പനായതി ഡെസിബൽ മീറ്റർ. ഓക്കെ. ഉച്ചത കമ്പനായതി ഡെസിബൽ മീറ്റർ. സ്ഥായി എന്താണ്? ആവൃത്തി. അതേപോലെ തന്നെ സ്ഥായി, ആവൃത്തി,
കുയിലിൻ്റെ ശബ്ദം. ഇനി അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രവണ പരിധിക്ക് മുകളിലാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം തന്നെ ഗാൾട്ടൺ മിസൈൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിസിക്സ് ഊർജ്ജതന്ത്രമാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്